അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബേക്കിലുള്ള കുട്ടികളൊക്കെ ഒന്നതാ മുന്നോട്ട് വരും. നമ്മൾ ദുആന്റെ സദസ്സല്ലേ. നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സദസ്സാണിത്. ഇതുവരെ നമ്മൾ ടൗണിൽ നിന്ന് ഇവിടേക്കൊക്കെ ആ വെയിലത്ത് നടന്നൊക്കെ ഭരണാധികാരികളെയും ലോകത്തിനെയൊക്കെ കണ്ണു തുറപ്പിക്കാനാണ്. ഇനിയാണ് നമ്മൾ ശരിയായ ആയുധം പ്രയോഗിക്കേണ്ടത്. അതിനാണ് നമ്മൾ ഈ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട കുട്ടികളൊക്കെ ദർസ് ഓതിക്കൊണ്ടിരിക്കേണ്ട സമയമാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് അവരെയും കൂടി സദസ്സിലേക്ക് വിളിച്ചത്. ദുആ ചെയ്യുന്നവർ മോശക്കാരനാണെങ്കിലും ആമീൻ ചൊല്ലുന്ന ഒരാളെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനാണെങ്കിൽ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടും. ആ ഉറപ്പോട് കൂടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഉദ്ഉല്ലാഹ മൂക്കിനം ബിൽഇജാബ, ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പ്. ആ ഉറപ്പോടുകൂടി നമ്മൾ ദുആ ചെയ്യാം. കുറഞ്ഞ സമയം, ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല, ബുദ്ധിമുട്ടാക്കുന്നില്ല. അയ്യമാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ ആര് ദുആ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്ന ഉണ്ട്, അത് വിളിച്ച് ദുആ ചെയ്യാനാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ ഹബീബായ മുത്തുനബി പള്ളിയിലേക്ക് ഒരിക്കൽ വന്നപ്പം ഒരാൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻതൽ വാഹിദുൽ അഹദുസ് സമദ്. ആ ദുആ കേട്ടപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഇസ്മുൽ അഅ്ലം വിളിച്ചുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്, ആ ദുആ സ്വീകരിക്കപ്പെട്ടു എന്നാണ്. അപ്പം അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സന്നിധിയിൽ വെച്ച് ആസഫ് ഇബ്നു ബർഖിയ ബൽഖീസ് രാജ്ഞിയുടെ ആ കൊട്ടാരം അവിടെ എത്തിക്കാൻ ഇസ്മുൽ അഅ്ലം ഒന്നങ്ങ് വിളിച്ചു എന്നാണ്. മാസങ്ങളോളം യാത്ര ചെയ്തെത്തേണ്ട ദൂരത്ത് നിന്ന് ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള ആ രാജകട്ടിൽ നിമിഷ നേരം കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ അങ്ങ് താഴ്ന്നു, ഇവിടെ അങ്ങ് പൊങ്ങി. അത് ഇസ്മുൽ അഅ്ലം വിളിച്ചു ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ഇന്നലില്ലാഹി 99 ഇസ്മ മൻ ഹഫിളഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അത് മനഃപ്പാഠമാക്കിയാൽ, അത് മനസ്സിലാക്കിയാൽ ദഖലൽ ജന്ന, ആ മനുഷ്യന് സ്വർഗമാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. കൂടുതൽ പ്രസംഗിക്കല്ല, ഇനി നമ്മൾ ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരം കിട്ടുന്ന മജ്ലിസായി കബൂൽ ചെയ്തു തരട്ടെ. കബീർ വാക്കവി ഉസ്താദ് ഓരോ വാക്കുകൾ പറയുമ്പോഴും ഈമാനുള്ള മനുഷ്യരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കാതിരുന്നിട്ടില്ല. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള സ്നേഹം, അവർ തമ്മിലുള്ള കരുണ കമസലിൽ ജസദ്, നമ്മുടെ ശരീരം പോലെയാണ്. ഇദസ്തഖാ മിൻഹു ഉളുവൻ, ശരീരത്തിൽ നിന്ന് ഒരവയവം വേദനിച്ചാൽ, രോഗിയായാൽ മറ്റുള്ള അവയവങ്ങളും കൂടി തദാആ, അതിനുവേണ്ടി മറ്റുള്ള അവയവങ്ങളും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. ബിൽ ഹുമ്മ വസ്സഹർ, ഹദീസാണത്. നമ്മളെ കാലിൻ്റെ ഒരു മുള്ള നിറച്ച് കാലിൻ്റെ വിരല് വേദനിച്ചാൽ കാലിൻ്റെ വിരല് മാത്രമല്ല ശരീരമാകെ വേദനിക്കും. അതിൻ്റെ ഐക്യദാർഢ്യമാണ് നമ്മുടെ ശരീരത്തിന് പനി പിടിക്കും. ആ വേദനയോടുകൂടി ശരീരം ഉറക്കൊഴിയും. അതുപോലെയാണ് ഗസ്സയിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ
നമ്മുടെ കാലിന് വേദന പറ്റിയപ്പോൾ നമ്മുടെ തലക്ക് വേദനയായതുപോലെ തലവേദനിച്ചതുപോലെ ഗസയിലുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ വേദനിച്ചപ്പോ ഇന്ത്യയുടെ, കേരളത്തിന്റെ, കാസർഗോഡിന്റെ ഇവിടെ നിന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ വേദനിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് എനിക്കൊരു പോസ്റ്റ് വന്നു. ഞാൻ പലർക്കും കാണിച്ചു കൊടുത്തു. കബീർ ബാക്കവി ഉസ്താദിന് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. ഒന്ന്, നമ്മൾ ഇത്രയും വെയിലിൽ ടൗണിൽ നിന്ന് ഇവിടേക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നമ്മൾ നല്ല വെയിൽ കൊണ്ട് ഒരുപാട് നടന്നു നീങ്ങി. ചിലർ ചോദിക്കുന്നത്, നമുക്കൊരു തിങ്കളാഴ്ചയോ ഒരു വ്യാഴാഴ്ചയോ ഒരു നോമ്പ് നോറ്റുകൊണ്ട് എന്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൂടാന്ന്. ഞാൻ കേട്ടിടത്തോളം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സഹോദരിമാർ, 100 കണക്കിന് സഹോദരിമാരടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച നോമ്പ് നോറ്റുകൊണ്ട്. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. രണ്ടാമത്തേത് എനിക്ക് വന്ന പോസ്റ്റ്, ഇസ്രായേലിന്റെ വസ്തുക്കളെന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നതോ നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതോ ആയ ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകളെ ബഹിഷ്കരിച്ചുകൊണ്ട് അവരോടൊരു പ്രതിഷേധം രേഖപ്പെടുത്താൻ നമ്മൾക്കൊക്കെ സാധിക്കുമല്ലോ. അതുകൊണ്ട് അത് മനസ്സിലാക്കി അത് ചെയ്യാവുന്നവർ ചെയ്യാൻ നിർദ്ദേശം കൊടുക്കണം എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ പോസ്റ്റ് വന്നത്. രണ്ടും സത്യമാണ്. നമ്മൾ ഈ സദസ്സിൽ ദുആ ചെയ്യുമ്പോൾ ആമീൻ, അതിലുപരി നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷവും പാതിരാ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് ഹജ്ജ് നിസ്കരിക്കുമ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ലഹ്റുൽ ഗൈബ്, അദ്ദേഹം അറിയാതെ നമ്മൾ ചെയ്യുന്ന ദുആ അത് സ്വീകരിക്കപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആത്മാർത്ഥതയോടെ, മറ്റൊന്നും നമുക്കിത് ലഭിക്കാനില്ല. ഇന്നിവിടെ ദുആന്റെ ശേഷം ചീർണി കൊടുക്കുന്നില്ല. ഞാൻ നേരത്തെ ചോദിച്ചു KB സെക്രട്ടറിയോട്, പരിപാടിയൊക്കെ വളരെ ഉഷാറന്നെ, ഒരു കുപ്പി വെള്ളങ്ങൾ വാങ്ങി വെച്ചില്ലല്ലോ അല്ലേ? ഇവിടെ ഇൻഷാ അല്ലാഹ് വാങ്ങിക്കൊടുത്ത ഉടനെ നമ്മൾ ദുആ ചെയ്യും. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇലാ ഹദ്റത്തി സയ്യിദനാ മാലിക്കുദ് ദീനാർ റളിയല്ലാഹു അൻഹു وأهل الخير والصلاح كلهم إلى حضرات سيدنا خضر عليه السلام خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. استغفار. استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم. ഇനി ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ഒന്ന് വിളിച്ചുകൊണ്ട് ദുആരിക്കുക. എല്ലാവരും ഒന്ന് എണീറ്റിക്കുക. ഞാൻ ചൊല്ലിത്തരും, അത് ഓരോരുത്തരും ഏറ്റു ചൊല്ലുക. ഇതിൽ അസ്മാഉൽ ഹുസ്ന കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം ഒരു ദുആ ചെയ്ത് നമ്മൾ പിരിയും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. اللهم إني أسألك بأسمائك الحسنى يا الله يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا قهار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله
يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا حنان يا الله يا منان يا الله يا ديان يا الله يا سبحان يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على عبدك ورسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد اللهم إنا نسألك بأنك أنت الله بأنك أنت الله بأنك أنت الله لا إله إلا أنت الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا إلهنا وإله كل شيء إله واحدا لا إله إلا أنت الحمد لله حمدا دائما لدوامك وباقيا لبقائك وخالدا لخلودك وزنة عرشك ومداد كلماتك لك الحمد كما ينبغي لكرم وجهك وعز جلالك فنعم الرب أنت ونعم المولى أنت إلهنا كلنا ناصرا وإلينا ناظرا اللهم إلينا ناظرا اللهم إلينا ناظرا وعلينا منعما وبنا رؤوفا وعنا راضيا اللهم أنت أحوجتنا فكفنا ووعدتنا فأوفنا يا ذا الجلال والإكرام اللهم صل وسلم على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد رحمن رحيم مع الملك الجبار راج سيداയ അല്ലാഹ് ഈ സമയം അല്ലാഹുവേ നിന്റെ അസ്മാഉൽ ഹുസ്ന വിളിച്ചുകൊണ്ട് ഇസ്മുൽ അഅ്ലം അടങ്ങുന്ന ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കൈകൾ ഖായിബാക്കല്ലേ റബ്ബേ ദുആ ചെയ്യുന്ന ഞങ്ങളൊക്കെ ദോഷികളാണെങ്കിലും പഠിച്ചോനെ ദോഷം ചെയ്യാത്ത കുട്ടികൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റബ്ബേ വയസ്സന്മാരുണ്ട് റബ്ബേ അവരെ ഒക്കെ ഹക്ക് കൊണ്ട് നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ അളമത്ത് കൊണ്ട് ഇസ്മുൽ അഅ്ലമിന്റെ അളമത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ഫലസ്തീനിലുള്ള സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ നീട്ടുന്ന കൈകൾ ഖായിബാക്കല്ലേ റബ്ബേ നീ കബൂലാക്കണേ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്കിതിന് മാത്രമേ കഴിയൂ റബ്ബേ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല റബ്ബേ ഈമാനിന്റെ ബന്ധമാണല്ലോ റബ്ബേ ഞങ്ങളും അവരും തമ്മിലുള്ളത് ആ ബന്ധമാണല്ലോ റബ്ബേ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഫലസ്തീനിലുള്ള ഞങ്ങളെ സഹോദരന്മാരെ നീ സഹായിക്കണേ അല്ലാഹ് ഗസയിലുള്ള ഞങ്ങളെ സഹോദരന്മാർക്ക് പഠിച്ചോനെ
നീ അവർക്ക് ശക്തി കൊടുക്കണേ റബ്ബേ. നിന്റെ ജുനൂദിനെ കൊണ്ട് അവർക്ക് നീ തഈഹീദ് നൽകണേ അല്ലാഹ്. സമാവിയായ സഹായം കൊണ്ട് നീ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പിഞ്ചുകുട്ടികളെ പോലും കൊന്നൊടുക്കുന്ന, ഹോസ്പിറ്റലുകൾ പോലും ബോംബിട്ട് തകർത്തുന്ന, സ്ത്രീകളെ പോലും കൊന്നൊടുക്കുന്ന ആ കിരാതരായ ജൂതരെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ജൂതന്മാരെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. നീ പരാജയപ്പെടുത്തണേ റബ്ബേ. ഫലസ്തീനിൽ ഞങ്ങളെ ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ പടച്ച റബ്ബേ മുറിവേറ്റ് കിടക്കുന്നവരാണ്, വളരെ പ്രയാസത്തിലാണ്. മരുന്നവർക്കില്ല റബ്ബേ, വെള്ളമില്ല റബ്ബേ, ഭക്ഷണമില്ല റബ്ബേ, വസ്ത്രമില്ല റബ്ബേ, പാർപ്പിടമില്ല റബ്ബേ. നീയല്ലാതെ സഹായിക്കാൻ ആരുമില്ല അല്ലാഹ്. നീ അവരെ അത്ഭുതകരമായ രീതിയിൽ അവർക്ക് നീ സഹായം എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് വെള്ളം കൊടുക്കണേ റബ്ബേ, അവർക്ക് ഭക്ഷണം കിട്ടണേ അല്ലാഹ്, അവർക്ക് ചികിത്സ കിട്ടണം റബ്ബേ. അതിനാവശ്യമായതെന്തൊക്കെയാണോ അവിടേക്ക് അതെത്താനുള്ള സൗകര്യം നീ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയ കുട്ടികളുണ്ടല്ലോ, സഹോദരിമാരുണ്ട് റബ്ബേ, സഹോദരന്മാരുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ആഖിറത്തിൽ ഉന്നത പദവി നൽകണേ അല്ലാഹ്. ശുഹദാഇന്റെ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ. ഞങ്ങളെയും അവരോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളുണ്ട്, അവയവങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ പലരും അത് കാണുന്നു റബ്ബേ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഈ പ്രാർത്ഥന മാത്രമാണല്ലോ റബ്ബേ. നീ ഇത് കേൾക്കുന്നവനാണല്ലോ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ ഓതിയ സൂറത്തുകളുടെ അളമത്ത് കൊണ്ട്, നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ഹക്ക് കൊണ്ട്, അല്ലാഹുവേ, ഇവിടെ കിടക്കുന്ന മഹാനായ സയ്യിദുനാ മാലിക്കുദ്ദീനാർ തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, പടച്ചവനെ അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. നാടിന് വേണ്ടി പോരാടുന്ന ഞങ്ങളെ സഹോദരന്മാർക്ക് നീ സഹായം ചെയ്ത് അവരെ നാട്ടിൽ നിന്ന് ജൂതന്മാരെ അല്ലാഹുവേ തുരത്തി ഓടിക്കാൻ കഴിയുന്ന സഹായം ചെയ്തു